കള്ളക്കടത്ത് വാഹനങ്ങളിൽ പരിശോധന തുടരുകയാണ് കസ്റ്റംസ്. ഇപ്പോൾ കാണുന്ന തത്സമയ ദൃശ്യങ്ങളാണ്. സ്നേഹമോൾ നൈനാൻ ചേരുന്നുണ്ട്. സ്നേഹ, ഇത് മമ്മൂട്ടിയുടെ പഴയ വീട്ടിലെ ഗ്യാരേജിലെ പരിശോധനയുടെ ദൃശ്യങ്ങളാണോ? അതെ രതീഷ്, പനമ്പള്ളി നഗറിലുള്ള മമ്മൂട്ടിയുടെ പഴയ വീടിനോട് ചേർന്നുള്ള മമ്മൂട്ടിയുടെ കാറുകൾ സൂക്ഷിക്കുന്ന ഗ്യാരേജിലാണ് ഉള്ളത്. ഏകദേശം 10-ലധികം വാഹനങ്ങൾ നിലവിൽ ഇപ്പോൾ ഇവിടെയുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ ലാൻഡ് ക്രൂയിസർ, ഡിഫൻഡർ, BMW അങ്ങനെ ആഡംബര വാഹനങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന ഒരു ഗ്യാരേജ് തന്നെയാണ് മമ്മൂട്ടി നേരത്തെ താമസിച്ചിരുന്ന വീട്. ഇവിടെ പനമ്പള്ളിയിലാണ്. ഇപ്പോൾ അവിടെ താമസിക്കുന്നില്ല. മറ്റ് ഗസ്റ്റ് ഹൗസും മറ്റ് ആവശ്യങ്ങൾക്കും ഒക്കെയായി ഇപ്പോൾ ആ വീട് കൊടുത്തിരിക്കുകയാണ്. അതിന് സമീപത്താണ് ഇപ്പോൾ ഇവിടെ പരിശോധന നടക്കുന്നത്. ഏകദേശം 6ഓളം കസ്റ്റംസ് ഉദ്യോഗസ്ഥരെത്തിയാണ് ഓപ്പറേഷൻ നുംകൂറിൻ്റെ ഭാഗമായുള്ള പരിശോധന ഇവിടെ നടക്കുന്നത്. അതായത് ഈ ഭൂട്ടാനിൽ നിന്നും നികുതി വെട്ടിപ്പ് നടത്തി കേരളത്തിലേക്ക് കൊണ്ടുവന്ന ഈ വാഹനങ്ങൾ ദുൽഖറും അതുപോലെ തന്നെ ദുൽഖർ വാങ്ങിയ വാഹനങ്ങൾ ഈ കൂട്ടത്തിലുണ്ടോ, ഈ ഗ്യാരേജിലുണ്ടോ എന്നതടക്കമുള്ള പരിശോധനകളാണ് നടക്കുന്നത്. പരിശോധനയ്ക്ക് ശേഷം അത്തരത്തിലൊരു വാഹനമുണ്ടെങ്കിൽ അത് കസ്റ്റഡിയിലെടുക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത്. 6ഓളം കസ്റ്റംസ് ഉദ്യോഗസ്ഥരാണ് നിലവിൽ പരിശോധന നടത്തുന്നത്. ഈ 10:30 തന്നെയാണ് ഇവിടെ പനമ്പള്ളി നഗറിലുള്ള മമ്മൂട്ടിയുടെ 369 ഗ്യാരേജിൽ ഇവിടെ പരിശോധന നടക്കുന്നത്. ഏതായാലും 200ഓളം വാഹനങ്ങൾ ഭൂട്ടാനിൽ നിന്നും കേരളത്തിലേക്ക് കടത്തിക്കൊണ്ടുവരികയും മാത്രമല്ല കേരളത്തിൽ ഓടുന്നതായും കസ്റ്റംസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇവയെല്ലാം കസ്റ്റഡിയിലെടുക്കാനുള്ള നീക്കത്തിൻ്റെ ഒരു ഭാഗം കൂടിയാണ്. 2 നടന്മാരും അതുപോലെ തന്നെ സിനിമയിലുള്ള മറ്റ് ഒരാളും മാത്രമല്ല ഈ വ്യവസായ പ്രമുഖരടക്കം ഇത്തരത്തിലുള്ള വാഹനങ്ങൾ വാങ്ങിയതായി കസ്റ്റംസിന് സൂചന ലഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി രഹസ്യമായൊരു പരിശോധനയായിരുന്നു നടന്നത്. അതിനുശേഷം ഈ വ്യക്തമായ രേഖകളുടെയും തെളിവുകളുടെയും ഒക്കെ അടിസ്ഥാനത്തിലാണ് ഈ വാഹനങ്ങൾ ഈ കസ്റ്റഡിയിൽ എടുക്കാനായിട്ടുള്ള നീക്കം ഇപ്പോൾ ഈ കസ്റ്റംസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അതിലും ഇതിനെക്കുറിച്ചൊരു സൂചനയും നേരത്തെ ഈ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ മോട്ടോർ വാഹന വകുപ്പിന് അടക്കം നൽകിയിരുന്നു. രജിസ്ട്രേഷൻ മാറ്റിയിട്ടുണ്ടോ, അതോടൊപ്പം വാഹനത്തിന് എന്തെങ്കിലും മോഡിഫിക്കേഷനൊക്കെ വരുത്തിയിട്ടുണ്ടോ അത് അടക്കമുള്ള ഈ വിശദമായ രേഖകൾ ഒക്കെ ശേഖരിക്കുന്നതിൻ്റെ ഭാഗമായാണ് ഈ വിവരങ്ങൾ മോട്ടോർ വാഹന വകുപ്പിനും കസ്റ്റംസ് ഉദ്യോഗസ്ഥർ കൈമാറിയത്. ഈ അന്വേഷണത്തിൽ മോട്ടോർ വാഹന വകുപ്പും കസ്റ്റംസ് ഉദ്യോഗസ്ഥരും പങ്കുകാരാണ് എന്നതും കൂടി എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. ഏകദേശം 10 ഇപ്പോൾ കാണുന്ന നിരവധി വാഹനങ്ങൾ, ഇപ്പോൾ മമ്മൂട്ടിയുടെ പഴയ വാഹനങ്ങൾ ഉൾപ്പെടെ അവിടെ ഉണ്ട് എന്ന് വേണമല്ലോ മനസ്സിലാക്കാൻ. ഇക്കൂട്ടത്തിൽ ദുൽഖർ വാങ്ങിയ വാഹനം ഉണ്ടോ? ഒരു വാഹനം എന്തല്ലേ പുറത്തു വന്നിരിക്കുന്ന വിവരം, അതോ കൂടുതൽ വാഹനങ്ങൾ ഇവരിൽ നിന്ന് വാങ്ങിയതായി അത്തരം വിവരങ്ങളുണ്ടോ? രതീഷ്, അത്തരത്തിലുള്ള വിവരം ഈ പരിശോധന കഴിഞ്ഞ് കസ്റ്റംസ് ഉദ്യോഗസ്ഥർ പുറത്തു വരുമ്പോൾ അവരുടെ പ്രതികരണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഏതായാലും ഈ ഒരു പരിശോധന, അതായത് ഒരു ഭാഗത്ത് മമ്മൂട്ടിയുടെയും ദുൽഖറിൻ്റെയും വെളംകുളത്തുള്ള ഒരു വീട്ടിൽ പരിശോധന നടക്കുമ്പോൾ ഇവിടെ മമ്മൂട്ടിയുടെ പഴയ വീടിനോട് ചേർന്നുള്ള ഈ 369 ഗ്യാരേജിൽ പരിശോധന നടക്കുന്നു എങ്കിൽ ഒന്നിലധികം വാഹനങ്ങൾ വാങ്ങിയിട്ടുണ്ടാവണം എന്നൊരു നിഗമനത്തിലാണ് ഇപ്പോൾ നമ്മളും ഉള്ളത്. ഏതായാലും ഈ പരിശോധനയ്ക്ക് ശേഷം കസ്റ്റംസ് ഉദ്യോഗസ്ഥർ പുറത്തിറങ്ങി വരികയും വിശദമായൊരു പ്രതികരണം നൽകുകയും ചെയ്യുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. 200ഓളം വാഹനങ്ങൾ കേരളത്തിൽ ഓടുന്നതായാണ് ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത്. അതായത് ഭൂട്ടാനിൽ നിന്നും നികുതി വെട്ടിപ്പ് നടത്തി കേരളത്തിലേക്ക് കൊണ്ടുവന്ന വാഹനങ്ങൾ. അതിൽ 2 വാഹനങ്ങൾ സിനിമ നടന്മാരുടേതാണ് എന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നു. ഒന്നിലധികം വാഹനങ്ങളുണ്ടോ എന്നതടക്കമുള്ള പരിശോധനകളാണ് ഇപ്പോൾ നടക്കുന്നത്. 200-ലധികം വാഹനങ്ങൾ കേരളത്തിലോടുന്നു. ആ വാഹനങ്ങളെല്ലാം കണ്ടുകെട്ടാനായിട്ടുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ ഈ കസ്റ്റംസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. കേരളത്തിലെയും ലക്ഷദ്വീപിലെയും മമ്മൂട്ടിയുടെ വീട്ടിൽ അതിന്റെ ഗ്യാരേജിൽ പരിശോധന നടക്കുകയാണ്. അതിന്റെ ദൃശ്യങ്ങൾ, അതിനൊപ്പം ഇപ്പോൾ വലതുഭാഗത്ത് കാണുന്ന ദൃശ്യം അത് തിരുവനന്തപുരത്തെ പൃഥ്വിരാജിന്റെ വീടാണ്. പൃഥ്വിരാജിന്റെ തിരുവനന്തപുരത്തെ വീട്ടിലാണ് പരിശോധന നടക്കുന്നത് എന്നതാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. കൊച്ചിയിലും പരിശോധന നടക്കുകയാണ്. മമ്മൂട്ടിയുടെ പഴയ വീട്ടിൽ വാഹനങ്ങൾ സൂക്ഷിക്കുന്ന ഗ്യാരേജിൽ പരിശോധന നടക്കുകയാണ്. ഭൂട്ടാനിൽ നിന്ന് കടത്തിക്കൊണ്ടുവന്ന വാഹനങ്ങൾ, കള്ളക്കടത്ത് വാഹനങ്ങൾ, ആ വാഹനങ്ങൾ ഇന്ത്യയിൽ വിവിധയിടങ്ങളിൽ വിറ്റഴിക്കപ്പെട്ടു എന്ന വിവരമാണ് അന്വേഷണ ഏജൻസികൾ സ്ഥിരീകരിച്ചത്. അതിൻ്റെ തുടർച്ചയായിട്ടാണ് കസ്റ്റംസിൻ്റെ റെയ്ഡും പരിശോധനയും. ഈ വാഹനങ്ങൾ കസ്റ്റഡിയിലെടുക്കുക സ്വാഭാവികമായ നടപടിക്രമങ്ങളുടെ ഭാഗമാണ്. നികുതി വെട്ടിച്ച് കള്ളക്കടത്തിലൂടെ എത്തിച്ച വാഹനങ്ങൾ അത് നിയമവിരുദ്ധമായാണ് കൊണ്ടുവന്നത്. അത് പിന്നീട് ഹിമാചൽ പ്രദേശിൽ രജിസ്റ്റർ ചെയ്യപ്പെടുകയായിരുന്നു. അതിനുശേഷം കേരളത്തിൽ ഉൾപ്പെടെ വിറ്റു. കേരളത്തിൽ റീ രജിസ്ട്രേഷൻ നടത്തിയിട്ടുണ്ടാകാം. രേഖകളെല്ലാം ഇന്ത്യൻ വാഹനത്തിൻ്റേത് എന്നാക്കിയിട്ടുണ്ട്. കള്ളക്കടത്ത് വാഹനങ്ങൾ നിയമവിരുദ്ധമായി വൻ റാക്കറ്റാണ് പ്രമുഖർക്ക് വിറ്റത് എന്ന വിവരമാണ് അന്വേഷണ സംഘത്തിന് മുന്നിലുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള നിയമ നടപടികളിലേക്ക് കടക്കുന്നു. അതിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ മമ്മൂട്ടിയുടെ വീട്ടിൽ ദുൽഖർ സൽമാൻ വാങ്ങിയ വാഹനം പരിശോധിക്കുന്നതിനുൾപ്പെടെയായി രേഖകൾ പരിശോധിക്കുന്നതിന് വേണ്ടിയും
കസ്റ്റംസ് സംഘം എത്തിയിരിക്കുന്നത്. ഒപ്പം പൃഥ്വിരാജിൻ്റെ വീട്ടിലും പരിശോധന നടക്കുന്നു എന്നതാണ് വിവരം. വ്യവസായികൾ ഉൾപ്പെടെയുള്ളവരുടെ വീടുകളിൽ പരിശോധന നടക്കുന്നു. വാഹനം ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നതുമായി ബന്ധപ്പെട്ട് 15-ൽ അധികം നിയമലംഘനങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നതാണ് കസ്റ്റംസിൻ്റെ നിലപാട്. സെക്കൻഡ് ഹാൻഡ് വാഹനം ഇന്ത്യയിലേക്ക് എത്തിക്കാൻ നിയമപരമായ പരിമിതികളുണ്ട്. ആ പരിമിതികൾ മറികടന്നുകൊണ്ട് കള്ളക്കടത്ത് നടത്തുകയായിരുന്നു എന്നതാണ് കസ്റ്റംസ് വ്യക്തമാക്കുന്നത്. കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് പലർക്കും വിറ്റ വാഹനങ്ങൾ, അതിൽ ദുൽഖർ സൽമാന് വിറ്റ വാഹനം, ദുൽഖറിന്റെ സിനിമയിൽ വരെ ഉപയോഗിച്ചു എന്ന് കസ്റ്റംസ് കണ്ടെത്തിയിട്ടുണ്ട്. കടത്തിക്കൊണ്ടുവരുന്ന ഈ വാഹനങ്ങൾ ഇവിടുത്തെ റോഡ് നികുതി വെട്ടിക്കുന്നുണ്ട് എന്നുകൂടി വ്യക്തമാക്കുകയാണ് കസ്റ്റംസ്. അപ്പോൾ അക്കാര്യങ്ങളിലൊക്കെ കൂടുതൽ നിയമപരമായ നടപടികൾ ആവശ്യമായി വരുന്നു. വ്യാജരേഖ ചമയ്ക്കൽ ഉൾപ്പെടെ നടന്നിട്ടുണ്ട്. ഇന്ത്യൻ ആർമിയുടെ പേരിൽ വരെ വ്യാജരേഖകൾ ചമച്ചു എന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. റെയ്ഡ് തുടരുകയാണ്.